എല്ലാവർക്കും ഐഡിയൽ മാളൂട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാളൂട്ടിക്ക് ഒരു ഫ്രോക്ക് തയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ മാളൂട്ടിക്ക് നല്ല തുണി വെച്ച് ഞാൻ ആദ്യമായിട്ട് തയ്ക്കാൻ പോകുന്നത്. എനിക്ക് മാത്രമേ ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ തുണി വെച്ച് മാളൂട്ടിക്ക് ഒരു ഫ്രോക്ക് തയ്ക്കാൻ പറ്റിയിരിക്കുന്നത്. അത് ലൈവ് കട്ടാണ്. അപ്പൊ സ്റ്റിച്ചിങ് ഒന്നും ഉണ്ടാവില്ല വീഡിയോയില്, കട്ടിങ് മാത്രമായിട്ടുള്ളൊരു വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പിങ്ക് കളർ തുണിയാണ് കേട്ടോ, കോട്ടൻ്റെ ഹക്കോബ തുണിയാണ്. അപ്പോൾ അത് ഇന്നിനി നമ്മളെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തല തിരിച്ചിരുന്നു കേട്ടോ, നല്ല വശം അകത്തുമല്ല കേട്ടോ. കാരണം നമ്മൾ വരയ്ക്കുന്നതൊക്കെ അല്ലെങ്കിൽ ആ കളറൊക്കെ ഇപ്പോൾ ഏത് കളറാണെങ്കിലും അത് പുറത്ത് കാണുമല്ലോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അകവും പുറം തിരിച്ചിടണം. നല്ല വശം അകത്തേക്ക് ഇട്ടിട്ട് വേണം, ചീത്ത വശത്തിൽ വേണം അടയാളപ്പെടുത്താൻ. അതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് ഇതുപോലെ ഈ മടക്ക് ഭാഗം നമ്മുടെ അടുത്തേക്ക് വേണം ഫോൾഡ് ചെയ്യാനായിട്ട്. ആദ്യം ഒന്ന് മടക്കി പിന്നെ ഇതുപോലെ ഒന്നോടെ മടക്കുക. അങ്ങനെ 4 ലെയറായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ടിടാൻ. ഇവിടെ ഓപ്പൺ ഭാഗം വരണം, നമ്മുടെ ഭാഗത്ത് വരേണ്ടത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം വരണം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ യോക്ക് ഭാഗം ഏത് ഭാഗമാണെങ്കിലും വെട്ടാനായിട്ട്. അപ്പം ഞാൻ യോക്ക് വേറെ ലെയർ വേറെ ആയിട്ടാണല്ലോ ഇപ്പോൾ വെട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് യോക്ക് ഭാഗം വെട്ടാം. മൊത്തത്തിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 42 ഇഞ്ചാണ്. ആ 42 ഇഞ്ചിൽ 14 ഇഞ്ചാണ് ഞാൻ യോക്ക് ഭാഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. 14 ഇഞ്ചിനോട് കൂടി 1.5 ഇഞ്ച് സീം അലവൻസ് ഇടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് മുകളിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തോട്ട് എടുക്കാം. അതിൽ ഇവിടെ കണ്ടോ 14 ഇഞ്ച് വന്നു. ആ 14 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച്, ഇപ്പോൾ 15.5 ഇഞ്ച്. അപ്പോൾ ആ 15.5 ഇഞ്ച് വെച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിപ്പോൾ മടക്കി വെച്ചേക്കുന്ന എനിക്ക് കറക്റ്റ് ചെസ്റ്റ് അളവ് വരാൻ പാകത്തിനായിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടും തുണി വേസ്റ്റ് ആവില്ല. എനിക്കിപ്പോൾ വേണ്ടത് 9 ഇഞ്ച് ചെസ്റ്റ് അളവാണ്. അതിൽ 2 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടി 11 ഇഞ്ച് കറക്റ്റായിട്ടാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ആ തുണി മടങ്ങിയപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഇട്ട് വന്നു. കറക്റ്റാ. ആദ്യം തന്നെ നമ്മൾ ഷോൾഡറാണ് അടയാളപ്പെടുത്തേണ്ടത്. ഷോൾഡർ വരുന്നത് 7.5 ഇഞ്ചാണ് കേട്ടോ. 7.5 ഇഞ്ച് ഷോൾഡർ വരുന്നു. അതിങ്ങനെ അടയാളപ്പെടുത്തണം. ആ ഷോൾഡറിൽ നിന്ന് വേണം നമുക്ക് താഴത്തോട്ട് ആം ഹോള് 7.5, ആം ഹോളും 7.5 തന്നെ കേട്ടോ. അപ്പം അത് നേരെ താഴത്തോട്ട് വരച്ചില്ല. പിന്നെ ഇതൊരു കോളം പോലെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരച്ചിടണം. ഇനി നമുക്ക് എടുക്കേണ്ടത് ചെസ്റ്റ് അളവാണ്. 9 ഇഞ്ച് ചെസ്റ്റ് അളവ്. സീം അലവൻസ് 2 ഇടാറ്. ഇതിൻ്റെ കറക്റ്റ് 1.5 വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ 1.5 വെച്ചങ്ങിട്ടു. അത്രയും മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് കൈക്കുഴി കുഴിച്ചങ്ങ് വരയ്ക്കണം. അപ്പോൾ കൈക്കുഴിക്ക് നമുക്ക് ആദ്യമായിട്ട് വരയ്ക്കുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇതിങ്ങനെ ഒന്ന് കയറ്റി ഈ ചെസ്റ്റ് അളവിലേക്ക് ഒരു റൗണ്ടായിട്ട് നമ്മൾ വരയ്ക്കണം. കൈക്കുഴി വരച്ചിട്ടുണ്ട് കുഴിച്ച്. പിന്നെ നമുക്ക് വേണ്ടത് നെക്കാണ്. അപ്പം നെക്കിൻ്റെ വണ്ണം എടുക്കുന്നത് 3 ആട്ടം എടുക്കുന്നത്. നെക്ക് വണ്ണം 3. നെക്കിൻ്റെ സൈഡിൽ നിന്ന് എടുത്തിട്ട് അടുത്തത് നെക്കിൻ്റെ ഇറക്കം, ഫ്രണ്ടിൻ്റെ ഇറക്കം 4.5 ഇഞ്ച്. 4.5 ഇഞ്ച്. ബാക്ക് വശം 4 ഇഞ്ച്. ഫ്രണ്ടും ബാക്കും വെട്ടാൻ വേണ്ടിയിട്ട് ബോക്സ് ആക്കണം. നമുക്ക് ഒരു ഷേപ്പിലങ്ങ് വരച്ചേക്കാം. ഇച്ചിരി കട്ടയ്ക്ക് വരച്ചേക്കാം. എല്ലാത്തിനും റൗണ്ട് കഴുത്താട്ടോ എനിക്ക് മാളൂന് ഇഷ്ടം. ഒരുപാട് ഇറങ്ങണതും ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ടാണ് ഇത്രയും കുറച്ചിട്ടേക്കുന്നത്. നമുക്കിനി ആദ്യം തന്നെ നമുക്ക് ഇറക്കത്തിൽ നിന്ന് തന്നെ വെട്ടി ആദ്യം ഒരു പീസാക്കാം. അടുത്ത് നമുക്ക് കൈക്കുഴി വെട്ടാം.
താഴത്തോട്ടുള്ള അളവും കൂടി എടുക്കണമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം അത് വെക്കാൻ മറന്നു പോയേ. അപ്പോൾ താഴത്ത് ഇതേ ഇവിടുത്തെ ഷേപ്പ് വണ്ണം എന്ന് പറഞ്ഞാൽ ഷേപ്പ് വണ്ണം വരുന്ന മാളുവിന് 8 വരുന്നത് കേട്ടോ. 8 ഇവിടെ 8. അതിനൊപ്പം സീം അലവൻസ് രണ്ടും കൂടെ കൂട്ടിയിട്ട 10. രണ്ടിലേലും 1.5 കൂട്ടിയിട്ടാൽ നമ്മൾ ആദ്യത്തേലും 1.5 ഇട്ടിട്ടുള്ളൂ. അപ്പോൾ 1.5 അല്ലെങ്കിൽ ഒരുപാട് ബാലൻസ് വരും. കൈക്കുഴി വെട്ടണേക്ക് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. ഞാനതൊന്ന് വിട്ട് പോയി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ 9ഉം ഇതും തമ്മിൽ 8ഉം തമ്മിലൊന്ന് ഷേപ്പാക്കി വരച്ചിടണം. ഇതുവഴി വേണം നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ 10ഉം 11ഉം കൂടെ ഷേപ്പാക്കിയിടണം. ഇങ്ങനെ ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടാൽ ഞാൻ സാധാരണ വെട്ടട്ടെ. ഇന്ന് വീഡിയോ കാണാതെ വെട്ടിയോണ്ടാണ് അത് വിട്ടുപോയത്. അപ്പോൾ ഈ പീസ് അങ്ങ് നമുക്ക് അവിടെ നിന്ന് വെട്ടിക്കളഞ്ഞേക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു കർവ് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ ആ കർവും കൂടെ അങ്ങ് നമുക്ക് വലിയ കാര്യമായിട്ട് വേണ്ട, ചെറിയൊരു കർവ് ആ ഷേപ്പിൽ നമുക്ക് തയ്ക്കുമ്പോൾ യോക്ക് ഭാഗത്തിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. ഈ കഴുത്ത് നമുക്ക് വെട്ടാം. ഫസ്റ്റ് നമുക്ക് ബാക്ക് കഴുത്താണ് വെക്കുന്നത്. ബാക്ക് കഴുത്ത് യാക്കോബയുടെ തുണിയായാലും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള തുണിയാണ്. ഫ്രണ്ട് കഴുത്ത് വെട്ടുമ്പോൾ നമ്മൾ ബാക്ക് കഴുത്തെടുത്ത് മാറ്റണം. ഫ്രണ്ടിലെ കഴുത്ത് വെക്കണം. ബാക്കൊക്കെ വെട്ടി ഇത് വെട്ടി കഴിയുമ്പോൾ നമ്മുടെ ഈ ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒരു ഷേപ്പ് വരും. നമുക്കതൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ ആ ഭാഗത്ത് കയറിയിരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓരോരോ ചാനൽ കണ്ട് ചെയ്യുമ്പോൾ ഓരോരുത്തർ തരുന്ന ടിപ്പാട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചാനൽ മാത്രം കണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാവില്ല. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന താഴത്തെ അടിയിലേക്കുള്ള പാട്ട്. ഇപ്പം ലെങ്ത്ത് ടോട്ടൽ ലെങ്ത്ത് വന്നിരുന്ന 42 ആയിരുന്നു. അപ്പം ഇനി 14 നമ്മൾ എടുത്തതിൻ്റെ ബാലൻസ് ഉള്ളത് 28 ആണ് കേട്ടോ. 28 ആ ഇറക്കം വേണ്ടത് നമുക്ക് 28 ആണ്. അപ്പം ഞാൻ അത് അളവെടുത്ത് ഇവിടെ 28 ആ അളവിൽ ഒരു സീം അലവൻസ് 2 ഇഞ്ചും കൂടെ ഇട്ടിട്ട് 2 ഇഞ്ചും കൂടെ ഇട്ട് 30യിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. 30യിൽ കട്ട് ചെയ്തതിന് ശേഷം 30യിൽ വരച്ചിട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് 30യിൽ വരച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ 3ആയിട്ട് 30യുടെ 3 ഭാഗങ്ങളായിട്ട് അപ്പോൾ 10 വെച്ച് ഭാഗങ്ങളായിട്ട് വെട്ടും. ഇവിടെ 10 ഇച്ചിരി കൂടെ സീം അലവൻസ് വേണമെങ്കിൽ ഇടാൻ കേട്ടോ. ഓരോ ലെയറിൽ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പം മണലിന് ആവശ്യത്തിനുള്ള ഇറക്കം ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സീം അലവൻസ് ആ 2 ഇട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. മൊത്തത്തിൽ 2 ഇട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പോൾ അത് അഡ്ജസ്റ്റബിൾ ആയി പോയിക്കോളും. ഈ കൂടുതലെടുക്കാൻ ഒരുപാട് ഇറക്കായി. അപ്പോൾ അത്യാവശ്യം നല്ല ഇറക്കത്തിൽ തന്നെയായിരുന്നു ഞാൻ അളവെടുത്തത്. ഈ താഴത്തെ ലെയർ കട്ട് ചെയ്യാം. താഴത്തെ ലെയർ കട്ട് ചെയ്യാനായിട്ട് യോക്ക് ഭാഗത്തിൻ്റെ താഴ്ഭാഗത്തിലെ അളവ് നമ്മൾ എടുക്കണം. അപ്പോൾ എനിക്കിവിടെ താഴ്ഭാഗത്തിലെ അളവ് എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 വെച്ച് ഈ അളവ് വെച്ച് വേണം നമ്മൾ ഇനി താഴത്തോട്ടുള്ള ലെയർ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതേ ഞാൻ ലെയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തേക്കണ കാൽക്കുലേഷൻ പറഞ്ഞുതരാം. യോക്ക് ഭാഗത്തിൻ്റെ അടിഭാഗത്ത് എനിക്ക് 20 ആണ്. ഒരു ഫ്രണ്ട് പീസ് മാത്രമാട്ടോ ഞാൻ പറയുന്നത്. 2 പീസും കൂടെ പറയുമ്പോൾ കൺഫ്യൂഷനാകും. അപ്പോൾ ഫ്രണ്ട് പീസിൽ യോക്കിൻ്റെ അടിഭാഗത്ത് എൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ 20 ആണ്. ആ 20നോട് 15 കൂട്ടി. അപ്പോൾ എല്ലാ ലെയറിനോടും 15 കൂട്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ 20നോട് 15 കൂട്ടി കഴിഞ്ഞപ്പം 35. ഇത് 35 ഇഞ്ചിട്ട് വെട്ടി. ഇത് 35നോട് 15 കൂട്ടി 50. ഇത് അതിനോട് 15 കൂട്ടി 65. പിന്നെ നമുക്ക് ഫ്ലെയർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇരട്ടിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ തുണി ഉള്ളത് പോലെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ ഇത്രയും 15 ഇട്ട് കൂട്ടി തയ്ക്കാനുള്ള തുണി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനത് 15 ഇട്ട് കൂട്ടി തയ്ച്ചു. എന്നിട്ട് നമുക്ക് ചുരുക്കിട്ടതിന് ശേഷം അളവ് നോക്കിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്, ചുരുക്കിട്ടതിന് ശേഷം. അപ്പോൾ തയ്ക്കുമ്പോൾ ഞാനതെങ്ങനെയാണ് അളവെടുക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. സ്ലീവിൻ്റെ ലെങ്ത്ത് 5 ആണ്. സീം അലവൻസ് 1.5 ഇട്ടിട്ട് 6 കേട്ടോ. 6.5 ഇഞ്ച് 1.5 ഇവിടെ ഇടപെട്ട്
മേളിലത്തെ വണ്ണം 7.5. സീം അലവൻസ് 1.5. 6 1 6 1.5. 6 ഇവിടുത്തെ വണ്ണം. സീം അലവൻസ് ഇട്ടപ്പോൾ 1.5. ഇനി മുകളിലത്തെ വണ്ണത്തിൽ നിന്ന് താഴത്തോട്ട് ഒരു 3 ഇഞ്ച് താഴത്തോട്ട് കുഴിച്ച് നമ്മൾ ഇടണം. എന്നിട്ട് മേളിൽ നിന്ന് അത് സ്ട്രെയിറ്റ് ആയിട്ട് ആ 3ലേക്ക് വരച്ചിട്ട് ഇവിടെയാണ് നമ്മൾ കൈക്ക് ഷേപ്പ് വരയ്ക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ വരയുടെ നേരെ പകുതിയിലേക്ക് നമ്മൾ അളന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ വരയുടെ പകുതിക്ക് വെച്ച് മാർക്ക് ചെയ്ത് അവിടെ ഷേപ്പ് കൊടുക്കണം കേട്ടോ. ഷേപ്പ് കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് മേളിൽ നിന്ന് നമ്മൾ ആ ഷേപ്പിലേക്ക് വെട്ടിയെടുക്കണം കേട്ടോ. ഇത് ഞാൻ മേളിൽ നിന്ന് ആട്ട വെട്ടുന്ന മേളിൽ നിന്ന് ആ ഷേപ്പ് ചെറിയൊരു ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കുഴിച്ചെടുത്തു. വെട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ കൈ വെട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കിക്കേ, ഈ ഷേപ്പിലാണ് കിട്ടുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആ നമ്മൾ വരച്ച ഷേപ്പ് കണ്ടോ മേളിൽ കെട്ടിയേക്കുന്നേ, അതുപോലെ കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ കൈയും വെട്ടിക്കഴിഞ്ഞു. മൊത്തം വെട്ടിയിട്ട കൂട്ടത്തിൽ ഞാനൊരു 2 വള്ളിക്കുള്ള ചെറിയൊരു പീസും കൂടെ വെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ വെട്ടിയ പീസ് ഇതാണ് കേട്ടോ. അപ്പോഴത്തെ വീഡിയോ കട്ടിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.